നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഈ വർഷം വധശിക്ഷയ്ക്ക് വിധേയരായവരുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ ഉയരും. വിവിധ രാഷ്ട്രങ്ങൾ അപലപിച്ചിട്ടും സൗദി അധികാരികൾ വധശിക്ഷയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. തങ്ങളുടെ രാജ്യത്തിന്റെ ക്രമസമാധാനം ഉറപ്പാക്കാൻ ഈ നിയമം ആവശ്യമാണെന്നും വധശിക്ഷ തങ്ങളുടെ രാജ്യത്ത് നിയമവിധേയമാണെന്നുമാണ് സൗദിയുടെ വാദം. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 9 പേരുടെ വധശിക്ഷയാണ് സൗദി നടപ്പാക്കിയത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായാണ് 9 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. ദേശദ്രോഹം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, കൊലപാതകം തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് പിടിയിലായവരുടെ ശിക്ഷയാണ് നടപ്പാക്കിയത്. മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കുക, തീവ്രവാദ സംഘടനകളിൽ ചേരുക, നിരവധി തീവ്രവാദ ഘടകങ്ങൾക്ക് മറയായി പ്രവർത്തിക്കുക, ധനസഹായം ചെയ്യുക എന്നീ ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്ത 2 പൗരന്മാരെയാണ് വധിച്ചത്. അഹ്മദ് ബിൻ സാലഹ് ബിൻ അബ്ദുള്ള അൽ കഅബി, ആയിദ് ബിൻ ഹായിൽ ബിൻ ഹിന്ദി അൽ അൻസി എന്നിവരായിരുന്നു പ്രതികൾ. മയക്കുമരുന്ന് കടത്ത് കേസിൽ പ്രതികളായ സൗദി പൗരൻ സൽമാൻ ബിൻ സുൽത്താൻ ബിൻ ഔദ അൽ ബുഹൈറാൻ, സിറിയൻ പൗരന്മാരായ ഒമർ ഹൈദം മാൻറ്റോ, ജോർദൻ സ്വദേശികളായ മഹമ്മൂദ് അബ്ദുള്ള ഫുജൈജ്, സുലൈമാൻ ഈദ് സുലൈമാൻ, അദല്ല അലി ദുഹൈമാൻ സാലിം, നാജിക് മിഷ്ഹൻ ബഹീദ് എന്നിവരെ വ്യത്യസ്ത ദിവസങ്ങളിലായി സൗദി വടക്കൻ മേഖലയിലെ അൽ ജൗഫിലും ഹെറോയിൻ കടത്തുന്നതിനിടെ പിടിയിലായ മിസരി ഖാൻ നവാബിനെ മക്കയിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ബുറൈദയിൽ ബംഗ്ലാദേശ് പൗരനെ കഴുത്തറുത്തു കൊന്ന കേസിൽ അറസ്റ്റിലായിരുന്ന പാകിസ്ഥാൻ പൗരൻ സിഫത്ത് ലോല അൻവർ ഷായുടെ വധശിക്ഷ നടപ്പാക്കിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മദ് ബഷീർ അഹമ്മദ് റഹ്മാൻ എന്നയാളെയാണ് കൊലപ്പെടുത്തിയത്. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അപ്രതീക്ഷിതമായി അടിച്ചു വീഴ്ത്തി മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്തു കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചിട്ടുവെന്നാണ് കേസ്. തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് കടത്ത് കുറ്റങ്ങൾക്കുള്ള വധശിക്ഷ പുനരാരംഭിച്ചതുമാണ് സൗദി അറേബ്യയിൽ വധശിക്ഷകൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം. കഴിഞ്ഞ 2 വർഷവും 34 വിദേശ പൗരന്മാരെ വീതമായിരുന്നു തൂക്കിലേറ്റിയത്. 2023ലും 2022ലും വധശിക്ഷ കിട്ടിയവരേക്കാൾ 3 ഇരട്ടി വിദേശികൾ ഇക്കൊല്ലം ഇതുവരെ തൂക്കിലേറ്റപ്പെട്ടു. ഈ വർഷം വധശിക്ഷയ്ക്ക് വിധേയരായ വിദേശികളിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് അധികവും. 21 പേർ പാകിസ്ഥാനികളും 20 പേർ യമൻ സ്വദേശികളുമാണ്. സിറിയയിൽ നിന്ന് 14, നൈജീരിയയിൽ നിന്ന് 10, ഈജിപ്തിൽ നിന്ന് 9, ജോർദാനിൽ നിന്ന് 8, എത്യോപ്യയിൽ നിന്ന് 7 എന്നിങ്ങനെയാണ് കണക്ക്. സുഡാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതവും ശ്രീലങ്ക, എറിത്രിയ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഉണ്ടായിരുന്നു. ഇതാദ്യമായാണ് സൗദിയിൽ 100-ലധികം വിദേശികളെ തൂക്കിക്കൊല്ലുന്നതെന്ന് ബെർലിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ലീഗൽ ഡയറക്ടർ താഹ അൽ ഹാജി പറഞ്ഞു. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ സൗദിയിൽ 2 മലയാളികളുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. ജൂലൈ 31 കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീറിനെ കൊലപ്പെടുത്തിയ കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി നൈസാം സാദിഖ് എന്ന നിസാമുദ്ദീനെ ദമാമിലാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ഓഗസ്റ്റ് 30 സൗദി പൗരനെ കൊലപ്പെടുത്തി ഭൂഗർഭ വാട്ടർ ടാങ്കിൽ തള്ളിയ കേസിൽ റിയാദിൽ പാലക്കാട് സ്വദേശിക്കും വധശിക്ഷ നടപ്പാക്കി.